ഇതൊരു ലോങ് ടേം ആണ്, നമുക്കൊരു ലെഗസി ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡ് ഉണ്ടാവും, ശരിയല്ലേ സർ? ഒരു പോളിസി എടുക്കുകയാണെങ്കിൽ എത്ര വർഷം ഉണ്ടാവും? 10 വർഷം, 15 വർഷം അല്ലേ? ഇങ്ങനെ ഒരു പീരിയഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ ഒന്നില്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡ് മെച്യൂരിറ്റി ആയിക്കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളോട് കണ്ടിന്യൂ ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. ഇനി അതല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞാൽ സറണ്ടർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കസ്റ്റമർ നമ്മളോട് കണ്ടിന്യൂ ആവുമോ നമുക്കറിയത്തില്ല, ശരിയല്ലേ? പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിലുള്ള ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തി ഉദാഹരണം ഞാൻ ഷൈജാറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളോട് ഒരു കസ്റ്റമർ നമ്മളോട് അസോസിയേറ്റ് ചെയ്തു, അദ്ദേഹം 5 വർഷം നമ്മളോട് പോളിസി കണ്ടിന്യൂ ചെയ്യുമോ ലൈഫ് ടൈം കണ്ടിന്യൂ ചെയ്യണോ എന്ന് പറയാമോ? ലൈഫ് ടൈം, ശരിയല്ലേ? ബിക്കോസ് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇത്ര പീരിയഡ് എന്ന് പറയുന്നത് നമ്മൾ സം അഷ്യൂർഡ്, ഇത്ര പീരീഡിനുള്ളിൽ ഇത് നടന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇത്ര രൂപ എന്നുള്ള ഒരു കാൽക്കുലേഷനാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ സം ഇൻഷൂർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈമാണ് റിന്യൂവബിലിറ്റി. അപ്പോൾ ഒരു ആസ് എ അഡ്വൈസർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 40 വയസ്സുള്ള ഒരു അഡ്വൈസറാണ്, അല്ലെങ്കിൽ 50 വയസ്സുള്ള അഡ്വൈസറാണ്, അല്ലെങ്കിൽ നമുക്ക് ഒരു 30 വയസ്സുള്ള അഡ്വൈസറാണ്, ഏത് വയസ്സായിക്കോട്ടെ, നമ്മുടെ കസ്റ്റമർക്ക് പോളിസി കൊടുക്കുമ്പോൾ അദ്ദേഹം 40 വയസ്സുകാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം വരെ റിന്യൂ ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി ആർക്കുള്ളത്? കസ്റ്റമർക്കുള്ളത്. അപ്പോൾ ഉദാഹരണം അവർക്ക് 80 വയസ്സെന്ന് വെച്ചോളൂ, പിന്നെയും വരുന്ന 40 വർഷം അദ്ദേഹം റിന്യൂ ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ ഇത് ആർക്കാ കമ്മീഷൻ പോകുന്നത്? ആസ് എ അഡ്വൈസർ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ മതി. ഇനി അദ്ദേഹം 40 വയസ്സുകാരനാണ്, അദ്ദേഹത്തിന് ഒരു 15 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള മോനുണ്ട്. ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ മോന് കല്യാണം കഴിയും, ശരിയല്ലേ? ഫാമിലി ആഡ് ആകും, അപ്പോഴും പ്രീമിയം റിവൈസ് അല്ലേ? പുതിയതായിട്ട് ഈ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള 50 വയസ്സാണ്, 60 വയസ്സ് കഴിഞ്ഞ് നമുക്ക് അത്ര ഓടാൻ പറ്റും, നമ്മുടെ മക്കൾക്ക് ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള കമ്പനി ഇത് ഒന്നല്ലേ? എല്ലാ ഇൻഷുറൻസ് കമ്പനി സെയിം അല്ലേ? എന്താണ് മണിപ്പാലിൻ്റെ ഒരു പ്രത്യേകത? മണിപ്പാലിൽ വല്ല വ്യത്യാസമുണ്ടോ എന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഈ എലൈറ്റ് ക്ലബ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം വരുന്നത്. നമ്മുടെ ഒരു ഇൻകം ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ലെവലിൽ ഒരു കമ്മീഷൻ സ്ട്രക്ചറാണ്. പൊതുവെ നിങ്ങൾ എല്ലാ കമ്പനിയിലും വർക്ക് ചെയ്തവരാണ്, എല്ലാവർക്കും അറിയാം ഇത്ര രൂപ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് കമ്മീഷൻ, ശരിയല്ലേ? നീ മാറ്റമുണ്ടോ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താണ് അതിലുള്ള വ്യത്യാസം, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. സോ നെക്സ്റ്റ് എടുത്തോളൂ. ഓക്കെ മതി. നെക്സ്റ്റ് എടുത്തോളൂ. ഒന്നും കൂടി അല്ല ബാക്ക് മതി. സോ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ 4 സോണായിട്ടാണ് പിരിച്ചിരിക്കുന്നത്. സോൺ 1, സോൺ 2, സോൺ 3, സോൺ 4. അപ്പോൾ കേരളം നമ്മൾ വരുന്നത് സോൺ 3, സോൺ 4ലാണ് വരുന്നത്. അതാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ള കമ്പനികളുള്ള വ്യത്യാസം ചിലപ്പം ഇത് എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിരിക്കും, ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ന് മാർക്കറ്റിൽ 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്താലും നമുക്ക് 20% കമ്മീഷൻ തരുന്ന കമ്പനി ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു മാസം 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്താൽ 20%, അല്ലെങ്കിൽ IRA നോംസ് പ്രകാരം 15% എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ? 20% കിട്ടുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ മാസം 1 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ 20% കിട്ടും. ഇപ്പോൾ ഇറ്റ്സ് മീൻസ് 19,000 അല്ലെങ്കിൽ അവിടെ നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20,000 രൂപ ബിസിനസ് ചെയ്തു അടുത്ത മാസം, ഈ പറഞ്ഞ 20% കിട്ടുമോ? കാരണം അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവുക. ഇനി 99,000 ചെയ്തു, 20% കിട്ടുമോ? 1 ലക്ഷം രൂപ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ 20% കിട്ടും. അതിൻ്റെ താഴെ ചെയ്താൽ 20% കമ്മീഷൻ കിട്ടുമോ? ക്ലിയർ അല്ലേ? പക്ഷേ ഇവിടെ മണിപ്പല്ല. അപ്പോൾ നമുക്കൊരു 3 മാസം കണ്ടിന്യൂ ആയിട്ട് ഒരു 1 ലക്ഷം ബിസിനസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് 20% കൺസിസ്റ്റൻസി ആയിട്ട് വരും. പക്ഷേ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മിനിമം ആവറേജ് പ്രീമിയം പറഞ്ഞാൽ 15% കിട്ടും. കറക്റ്റ് അല്ലേ? എന്താണ് മണിപ്പാലിലുള്ള പ്രത്യേകത? ഇവിടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 15% നമുക്കാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ 2,25,000 എന്നുണ്ട്. 2,25,000 വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് 20% കമ്മീഷനിലേക്ക് പോവുള്ളൂ. അപ്പോൾ 1 ലക്ഷത്തിനും 2,25,000 വലിയ വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷേ വിഷയം 2,25,000 എന്ന് പറയുന്നത് 1 മാസത്തേക്കല്ല, 3 മാസത്തേക്കാണ്. 3 മാസം കൊണ്ട് നമ്മൾ ഈ 2,25,000 ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് മീൻസ് ആവറേജായി നോക്കുകയാണെങ്കിൽ 75,000 രൂപ. ഇനി 1 മാസം 1,50,000 ചെയ്തു, 1 മാസം 10,000 ചെയ്തു, അല്ലെങ്കിൽ 20,000 ചെയ്തു, നോ വറി. 3 മാസം കഴിയുമ്പോൾ, ഉദാഹരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഒരു ക്വാർട്ടർ, ഏപ്രിൽ, മെയ്, ജൂൺ അടുത്ത ക്വാർട്ടർ,
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ അടുത്തൊരു ക്വാർട്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാർട്ടർലി ബേസിസിലാണ് ഈ ഒരു സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താണ് നമുക്ക് ബെനിഫിറ്റ്? ഉദാഹരണം, ഈ 2,25,000 3 മാസം കൊണ്ട്, ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഏപ്രിൽ, മെയ്, ജൂൺ, ഈ 3 മാസത്തിൽ നമുക്ക് ഒറ്റ മാസം കൊണ്ടോ 3 മാസമായിട്ടോ ഈ 2,25,000 നമ്മൾ ബിസിനസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നേരെ 20% കമ്മീഷനിലേക്ക് പോകും. ഈ 20%, ഇപ്പോൾ ഉദാഹരണം ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസത്തിൽ ഈ പറഞ്ഞൊന്ന് ചെയ്തു കഴിഞ്ഞാൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ വരാൻ പോകുന്ന മാസത്തിൽ നമ്മൾ എന്ത് ബിസിനസ് ചെയ്താൽ 10,000 രൂപ ബിസിനസ് കൊടുത്തിട്ടുണ്ടെങ്കിലും 20%. ഇനി അതേസമയം നമുക്ക് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മേലെ നെക്സ്റ്റ് ലെവൽ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ അടുത്ത ഈ പറഞ്ഞ ഏപ്രിൽ, മെയ്, ജൂണിൽ ഈ പറഞ്ഞ ആ ഒരു 2,25,000 ചെയ്യുമ്പോൾ 15-നും 20-നും ഒരു ഗ്യാപ്പ്, ഒരു 5% ഇല്ലേ? ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ബോണസായിട്ട് നമ്മൾ ഇരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറിൽ ബോണസായിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ വരുമ്പോൾ ജൂലൈ മാസത്തിൻ്റെ സെക്കൻഡ് നമുക്ക് എക്സ്ട്രാ ഒരു 5% കമ്മീഷൻ കൊടുക്കും, കോംപ്ലിക്കേഷൻസിനകത്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിക്ക്, ഒരു അഡ്വൈസറെ സംബന്ധിച്ചിടത്തോളം 6 മാസത്തേക്ക് എൻ്റെ വരുമാനം എന്താണെന്ന് തീരുമാനിക്കുന്ന കീ നമ്മുടെ കയ്യിലാണുള്ളത്. പിടികിട്ടിയോ? ബാക്കിയുള്ള കമ്പനികളിൽ നമുക്ക് നോക്കുമ്പോൾ 1,00,000 രൂപ ചെയ്താൽ 20%, അത് കമ്മിയായ 15%. ഇനിയിപ്പോൾ അടുത്ത ലെവലിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബാർ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ തീരുമാനിക്കുന്നത് നമ്മളാണ്. എത്ര വേണമെങ്കിലും ചെയ്യാം. 20% കമ്മീഷൻ വേണോ, 25% വേണോ, 27.5% തീരുമാനിക്കുന്ന കീ നമ്മുടെ കയ്യിൽ കൊടുത്തു. ഒരു 3 മാസം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വെച്ചാൽ 6 മാസത്തിന് ഇൻകം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒത്തിരി പേരുണ്ട്. നമ്മൾ ഈ ഒരു ലെവലിൽ നമ്മൾ പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്തവർ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ലെവൽ നമുക്ക് നോക്കുകയാണെങ്കിൽ 20% കഴിഞ്ഞാൽ നമുക്ക് സിൽവർ, നോർമൽ വരുന്ന ബ്രോൺസ് റാങ്കാണ്, നെക്സ്റ്റ് സിൽവർ റാങ്കാണ് വരുന്നത്. ഇനിയും ടൈറ്റൻ റാങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് 25% കമ്മീഷനിലേക്ക് പോകുന്നതാണ്. അവിടെ എങ്ങനെയാണ് വർക്കൗട്ട് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എമൗണ്ട് 3 മാസം കൊണ്ട്, ഒരു മാസം ആവറേജ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 1,50,000 രൂപ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ. സോ നമുക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ അത് ഒരു 3,75,000 നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു എന്ന് നമുക്കുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഒരു 1,15,000 രൂപ വെച്ച് പ്ലാൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ 3 മാസം കഴിയുമ്പോൾ നമുക്ക് 3,75,000 ക്രോസ് ആയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ 25% വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് 3 മന്ത്സ്, അതേ 3 മന്ത്സിൽ നമുക്ക് ഒരു മാസം 2,00,000 രൂപ വെച്ച് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ 6,00,000 രൂപ 3 മാസത്തിലുണ്ടായിരിക്കും. അവിടെ നമുക്ക് 27.5% ഉണ്ടായിരിക്കും. അങ്ങനെ അടുത്തടുത്ത ലെവലിലേക്ക് ഒന്ന് മാറുകയാണ്. ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാലക്കാടിൽ ഈ വന്നിരിക്കുന്ന ഷോർട്ട് പീരീഡിൽ ബ്രാഞ്ചസ് ഒന്നും ഇല്ലാതെ തന്നെ ഇന്ന് 27.5% വാങ്ങുന്ന അഡ്വൈസേഴ്സ് നമ്മുടെ പാലക്കാടിലുണ്ട്, വിത്തൗട്ട് ബ്രാഞ്ചിൽ. അതൊരു അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു ബ്രാഞ്ച് പോലും ഇല്ല, എന്താണെന്ന് പറയാനില്ല. പക്ഷേ ഈ ബിസിനസ്സിനെ മനസ്സിലാക്കി, ഒരു കസ്റ്റമറിൻ്റെ പോയിന്റ് മനസ്സിലാക്കി, പ്രോപ്പറായിട്ട് ബിസിനസ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഈ പറഞ്ഞ 27.5% വരെ ഇപ്പോൾ പാലക്കാട്ടിൽ വിത്തിൻ എ ഷോർട്ട് പീരീഡിൽ അച്ചീവ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഒരു സിസ്റ്റം. ഇതിനെക്കുറിച്ച് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ നമ്മുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് ചോദിക്കാം.